ഹലോ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റർ നെറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. PSU ബാങ്കുകളുടെ മുന്നോട്ട് പോക്കിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നല്ലോ. സാധാരണഗതിയിൽ ഒരു സ്റ്റോക്കിൻ്റെ PE 10 ആയിരിക്കും. എന്നാൽ PSU ബാങ്കുകളുടെ കേസിൽ, ചില PSU ബാങ്കുകളുടെ കേസിലെങ്കിലും ഇപ്പോൾ PE 5 5 PE 3.5% ഡിവിഡൻഡ് ഈൽഡ് ബുക്ക് വാല്യൂവിനേക്കാളും കുറവായി ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പല സ്റ്റോക്കുകളെ പറ്റിയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് മുന്നോട്ട് പോകുന്ന സാധ്യതയുണ്ടെന്ന്. കൂടാതെ PSU ബാങ്കുകളുടെ NPA ലെവൽസ് മറ്റ് പ്രൈവറ്റ് ബാങ്കുകളുടേത് ഈക്വലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. PSU ബാങ്കുകളുടെ ബുക്സ് വളരെയധികം ക്ലീനപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. മറ്റു പ്രൈവറ്റ് ബാങ്ക്സ് ആയിട്ടുള്ള കൊട്ടക് മഹീന്ദ്ര, HDFCനോട് അടുത്ത് തന്നെ, അത്രയും ആയില്ലെങ്കിൽ പോലും അതിനോടടുത്ത് നിൽക്കുന്ന NPA ലെവൽസാണ് ഇപ്പോൾ പല PSU ബാങ്കുകൾക്കുള്ളത്. മാത്രമല്ല, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മുതലായ കമ്പനികളുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 വർഷം മുമ്പ് ഉണ്ടായതിനേക്കാൾ ഏകദേശം 4 ഇരട്ടിയോളമാണ് ഇപ്പോൾ അവരുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കൂടുതലായി ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ് PSU ബാങ്കുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലെവലിൽ കഴിഞ്ഞാൽ അടുത്ത 3 വർഷം കഴിയുമ്പോൾ 4 ഇരട്ടി ആയില്ലെങ്കിലും ഇരട്ടിയെങ്കിലും ആവാനുള്ള ചാൻസ് ഉണ്ട് ഇവരുടെ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ക്രമാതീതമായി കൂടി ഒരു 3 കൊല്ലം കൊണ്ട് തന്നെ ഡബിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ ഒരു PE റേറ്റിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ RVNL മുതലായ സ്റ്റോക്കുകളുടെ റേറ്റിംഗ് വഴി 5 നിന്നും 50 വരെ PE കൂടിയെങ്കിൽ PSU ബാങ്കുകളിൽ ഈ 5 നിന്ന് 10 ആയിക്കൂടെ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ PE കൂടുകയും ഒരു PE റേറ്റിംഗ് വരികയും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ഇന്നത്തെ 1500 കോടിയിൽ നിന്ന് 3000 കോടിയിലേക്ക് 3 കൊല്ലം കൊണ്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഇന്ന് ഉണ്ടാകുന്നതിനേക്കാൾ ഒരു 4 ഇരട്ടി കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് മുതലായ ബാങ്കുകളിൽ ഇതുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ PE ഇപ്പോൾ തന്നെ 5.5 ലെവലിലാണ്. എന്നാൽ PSU ബാങ്കുകളിൽ തന്നെ ഇത് ഏകദേശം 7.5 അടുത്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലെവലിൽ വെച്ചിട്ട് തന്നെ യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക് എല്ലാം ഒരു 50% മുകളിലേക്ക് വന്ന സാധ്യതയുണ്ട്. എന്നാലേ അവരുടെ PE 7.5ലേക്ക് ആവുകയുള്ളൂ. അപ്പോൾ അടുത്ത 1 വർഷം കൊണ്ട് തന്നെ വേണമെങ്കിൽ കാനറ ബാങ്കും ബാങ്കുകളെല്ലാം ഒരു 50% മുന്നോട്ട് പോക്ക് ഉണ്ടായേക്കാം. അതിൽ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റോക്സ് ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക് മുതലാവുകയാണ്. ഇനി PSU ബാങ്കുകളുടെ കാര്യം പറയുമ്പോൾ തന്നെ പ്രൈവറ്റ് ബാങ്ക്സ് PSU ബാങ്കുകളുടെ മാർക്കറ്റ് ഷെയർ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ കാലം വരെ. അങ്ങനെ 35% വരെ അവരതിൻ്റെ മാർക്കറ്റ് ഷെയർ എടുത്തു. ഇപ്പോൾ 65% മാത്രമാണ് PSU ബാങ്കുകൾക്കുള്ളത്. എന്നാൽ അതിന് ഒരു അന്ത്യം വരികയാണെന്ന് തോന്നുന്നു. ഈ അടുത്തായി ക്രമാതീതമായി ഈ മാർക്കറ്റ് ഷെയർ കുറയുന്നില്ല. അത് കാരണം PSU ബാങ്ക്സ് വീണ്ടും ലൈംലൈറ്റിലേക്ക് വന്നിരിക്കുന്നു. PSU ബാങ്ക് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം അത്ര നല്ലതല്ല എന്ന് പറയുന്നവരോട് ബാങ്കിൽ പോകേണ്ട ആവശ്യം ഇപ്പോൾ വളരെ കുറവാണല്ലോ. ഇതുപോലെ തന്നെയുള്ള ഒരു ബാങ്കിനെ പറ്റിയാണ്, PSU ബാങ്കിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. IDBI ബാങ്കാണത്. പലപ്പോഴും ഒരു സ്ട്രാറ്റജിക് സെയിൽ ഈ കമ്പനികൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് പലപ്പോഴായി നീട്ടിവെക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ഇതിനെപ്പറ്റി ഒരു സെയിലിനുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഒരു 5-8 മാസം കൊണ്ട് ഇതിൻ്റെ സ്ട്രാറ്റജിക് സെയിലും പൂർത്തിയാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കാലയളവിൽ ഈ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ 13 PEയിലുള്ള 100 രൂപയിൽ നിൽക്കുന്ന ഈ സ്റ്റോക്ക് പ്രൈസ് കൂടി ഒരു 150 വരെ പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രമാണ്, ഞാൻ ടാർഗറ്റുകളൊന്നും പറയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതിലേക്ക് പോകുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വേഴ്സ്റ്റ് കേസ് സ്ട്രാറ്റജിക് സെയിൽ നടന്നില്ല, അതിനുള്ള തക്കതായിട്ടുള്ള ഒരു ബയർ വന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഫെയിലാവും. എന്നാൽ അതിനോടനുബന്ധിച്ചുള്ള റൂമേഴ്സ് ആൻഡ് ന്യൂസ് ബേസ്ഡ് ആയിട്ട് ഈ സ്റ്റോക്ക് പ്രൈസ് 100 നിന്നും 120 വരെ പോകാൻ സാധ്യതയുണ്ട്. 95 രൂപ 2 ദിവസമുള്ളപ്പോൾ ഞാനിതിനെപ്പറ്റി നല്ലതാണെന്നുള്ള അനുകൂല നിലപാടെടുത്തതാണ്. 95 നിന്നും ഇപ്പോൾ 100ലേക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ വന്നിരിക്കുന്നു. ഈ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് 100ലാണ്. ഇനി ഈ 100 എന്നുള്ളത് 120ലേക്കെങ്കിലും വരും എന്നാണ് കരുതപ്പെടുന്നത് ഒരു 8 മാസം കൊണ്ട് തന്നെ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇതുപോലെ 10-30 രൂപയിൽ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് ആക്സിസ് ബാങ്ക്. പിന്നീട് ഇത് പ്രൈവറ്റൈസ് ചെയ്ത്
വലിയ വളർച്ചയുടെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ വില 10 മടങ്ങ് കൂടി. ഇപ്പോഴത്തെ സ്പ്ലിറ്റ് മെല്ലെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ആക്സിസ് ബാങ്കിൻ്റെ വില ഒരു 3000-ഓളം പോയിരിക്കുന്നു എന്ന് തോന്നുന്നു. 35 നിന്ന് 3000. ഇതുപോലുള്ള ഒരു മുന്നേറ്റം IDB ബാങ്കിൽ ഉണ്ടായിക്കൂടുന്നില്ല. എന്നാൽ സ്ട്രാറ്റജിക് സെയിൽ നടക്കുന്നുള്ളൂ എന്ന് തന്നെ ഇപ്പോൾ ഉറപ്പില്ല. എന്നിരുന്നാൽ പോലും അപ്സൈഡ് ഈ സ്റ്റോക്കിൽ ഉണ്ടാകാവുന്നതാണ്. അതിനു വേണ്ടി ഈ 100-ൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു അപ്സൈഡ് വരാൻ സാധ്യതയുണ്ട്. IDB ബാങ്കിനെ പറ്റി മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നതാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ പറ്റി ഫുൾ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് സ്ട്രാറ്റജിക് സെയിൽ നടത്തി ഒരു പുതിയ ബയർ വന്ന് അവർ IDB ബാങ്കിനെ ഏറ്റെടുത്ത് പിന്നീട് വലിയ ഒരു പ്രമാദിതമായ വളർച്ചയ്ക്ക് ഉതകുന്ന പോലെയുള്ള വലിയ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ അത് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ ഇവിടെ നിന്നും ഈ സ്ട്രാറ്റജിക് സെയിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള അപ്സൈഡിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്ന രീതിയിൽ ഇപ്പോൾ ഈ ബാങ്കിന് വാങ്ങുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇനിയും ഇതുപോലെ വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു. അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും. നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ, ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം, അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ, റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം, ഒരു വിൽപത്രം എങ്ങനെ എഴുതാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ്, ബെസ്റ്റ് 3-in-1 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ്. ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു. അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ, ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം, അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ, റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം, ഒരു വിൽപത്രം എങ്ങനെ എഴുതാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ്, ബെസ്റ്റ് 3-in-1 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ്. നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കണോ? മ്യൂച്വൽ ഫണ്ട്, ETF, ലോങ് ടൈം വാല്യൂ സ്റ്റോക്സ് എന്നിവയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ലൈഫ് ഒരു 5-10 വർഷം വരെ വെട്ടിച്ചുരുക്കി എന്നെപ്പോലെ നേരത്തെ റിട്ടയർ ചെയ്യണോ? എങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പുതിയതായി നിക്ഷേപത്തിലേക്ക് കടന്നു വരുന്നവരും വർഷങ്ങളായി നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണിത്. പേഴ്സണൽ ഫിനാൻസിന്റെ വിവിധ മേഖലകൾ കാര്യകാരണ സഹിതം ഇൻവെസ്റ്റിംഗ് റൈറ്റ് അപഗ്രഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.